പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളിന് മുന്നേ പോയ ഒരു ചർച്ച് ടൂർ വിശേഷങ്ങളാണ് കേട്ടോ. മടി കാരണം എഡിറ്റ് ചെയ്യാതെ മാറ്റി വെച്ചിരുന്ന ഒരു വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മടി വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഒരു ദിവസം രാവിലെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഒരു 1 ഡേ ട്രിപ്പാണ്. പതിവ് പോലെ തന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ പറഞ്ഞതിനേക്കാളും അരമണിക്കൂറോ 1 മണിക്കൂറോ ലേറ്റായിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ യാത്ര തിരിച്ചത്. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് മോർണിംഗ് ഉറക്കം എഴുന്നേറ്റ് വന്നതിൻ്റെ ആ ഉറക്കച്ചടവോട് കൂടിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പാട്ടിലിട്ടിട്ടൊക്കെ എഴുന്നേൽക്കണമെന്നുണ്ട്, എന്നാലും ഉറക്കത്തിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ഓരോരുത്തർ എഴുന്നേറ്റ് ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങി. ഹൈക്ക് പിന്നെ ഈ ടൂറിസ്റ്റ് ബസ്സിൽ കയറുന്നതേ ഡാൻസ് ചെയ്യാൻ എന്നാണ് അവളുടെ വിചാരം. കാരണം അന്ന് ടൂറിസ്റ്റ് ബസ്സിൽ കയറിയത് മുതൽ ഇറങ്ങിയത് വരെ അവിടെ ഡാൻസ് ചെയ്യാൻ പാട്ടിട്ടേക്കാണെന്ന് പറഞ്ഞ് സീറ്റിലിരിക്കാതെ ഇരുന്ന ഹയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, മിക്കവരും ഉറക്കച്ചടവോടുകൂടിയൊക്കെ വന്നത് കാരണം കുറേ പേര് ഉറക്കത്തിൻ്റെ ആ ഒരു മൂഡിലൊക്കെ ആയിരുന്നു. അപ്പോൾ വന്ന എല്ലാവരും എന്തായാലും നമുക്കൊന്ന് കാണിക്കണ്ടേ. അങ്ങനെ വീഡിയോയിൽ എല്ലാവരും ഉൾപ്പെടുത്താനായിട്ട് ഞാൻ എല്ലാവരുടെയും വീഡിയോ ഒന്ന് എടുത്തു. കുറേ പേര് നല്ല ഡാൻസിങ് വൈബിലാണെങ്കിലും കുറച്ച് പേരൊക്കെ നല്ല ഉറക്കത്തിൻ്റെ മൂഡിലൊക്കെ ആയിരുന്നു. അങ്ങനെ കുട്ടിപ്പട്ടാളമൊക്കെ അങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. വലിയ ചേച്ചിമാർ മാത്രം ഇറങ്ങിയാൽ പോരല്ലോ, അവർക്കും ഡാൻസ് ചെയ്യണ്ടേന്ന് പറഞ്ഞ് കുട്ടിപ്പട്ടാളം അവർക്ക് സ്പേസ് കൊടുക്കാതെ അവരും ഡാൻസ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ഥലം എത്തി. സെറാഫ്സ് എന്ന് പറയുന്ന ഈ ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് കേട്ടോ നമ്മൾ പോയത്. നമ്മുടെ ചർച്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനെ മെമ്പേഴ്സൊന്നും ഇല്ല, പക്ഷേ ഈ ഉള്ള മെമ്പേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റീവ്സ് ആണ്. അപ്പോൾ നമ്മളുടെ ഒരു ഫാമിലി ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള ചെറിയ ട്രിപ്സൊക്കെ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ട്രിവാൻഡ്രത്ത് ഒരുപാട് പെട്ടെന്ന് പോയി വരാൻ പറ്റിയ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസും ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോഴാണ് കേട്ടോ കണ്ടറിയുന്നത്. അപ്പോൾ എന്തൊക്കെ പരിപാടിയാണ് ഈ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലുള്ളതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടൂരുള്ള എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലാണ്. അപ്പോൾ ഇവിടെ ആനകളെയൊക്കെ റെസ്ക്യൂ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പരിപാലിക്കുന്ന ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. കേരളയിൽ തന്നെ ഉള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. അധികമൊന്നും അങ്ങനെ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെൻ്റർ നമ്മൾ അവൈലബിൾ അല്ല. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഫേമസ് ആയിട്ടും വളരെ ഹൈജീനിക്കായിട്ടും വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ അവർ കീപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ഞങ്ങളൊരു ട്രിപ്പായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു 1 ഡേ ടൂറിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ വന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. പല ഏജ് ഗ്രൂപ്പിലുള്ള ആനകൾ, കുട്ടിയാനയും പിന്നെ കൊമ്പനാന, പിടിയാന എല്ലാവരും ഉണ്ട്. അവരുടെ പല പല ആക്ടിവിറ്റീസും നമുക്ക് കണ്ടിരിക്കാനൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനും പറ്റിയൊരു ഏരിയയാണ്. എന്തായാലും ട്രിവാൻഡ്രത്തു നിന്നുള്ളവരെന്നല്ല, ടൂറിസ്റ്റേഴ്സിന് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഒരുപാട് ടൈം ഇല്ലെങ്കിലും 1 ഡേ ഒക്കെ ജസ്റ്റ് വന്ന് പോകാനുള്ള ടൈമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഓടി വന്നിട്ട് നമുക്കൊന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റിയൊരു സ്പേസാണ്. അപ്പോൾ ഞങ്ങൾ ചർച്ചിൽ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ വന്നേക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഇവിടുത്തെ ആനയെ പരിപാലിക്കുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടുത്തെ ഗാർഡിനോടൊക്കെ ചോദിക്കാം. പിന്നെ ഇവിടെ വന്നിട്ടുള്ളവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് റീഹാബിലിറ്റേഷൻ സെൻറ്റർ കയറി ഒന്ന് വിസിറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാവരും ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ഒന്ന് റിഫ്രഷ് ആയിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഉടനെ തന്നെ അപ്പോൾ അകത്ത് ഒന്നിച്ച് കയറാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഹയ കൈപിടിച്ച് നടക്കുന്നതാണ് ഹയയുടെ ഏഞ്ചൽ ചേച്ചി. ഈ ട്രിപ്പിൽ ഹയ എപ്പോഴും ഏഞ്ചൽ ചേച്ചിയുടെ കൂടെ തന്നെയായിരുന്നു. അങ്ങനെ ഇതിനകത്ത് കയറുമ്പോൾ ഒരു കാടിൻ്റെയൊക്കെ ഒരു ആംബിയൻസ് ആണ്. കുറച്ചിങ്ങ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇങ്ങനെ മങ്കീസ് 2-3 ഫാമിലി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്തേക്ക് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടിയുണ്ട്. കാരണം മുന്നേ ഒരിക്കൽ ഞാനൊരു 7up വാങ്ങി കടയിൽ നിന്ന് ഇറങ്ങിയതും ഒരു മങ്കി ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനാണ്. വീഡിയോ എടുക്കുമ്പോൾ ഇനി ഫോൺ എങ്ങാനും വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ കളി തമാശകളൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവരെ നോക്കിയതിന് ശേഷം ആനയൊക്കെ നിൽക്കുന്ന ആ സെക്ഷനിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അത് കാരണം ഞങ്ങളെ അവിടെ ഒരു വലിയ ഗ്യാലറിയിൽ കൊണ്ടുപോയി ഇരുത്തും. അപ്പോൾ ഇങ്ങനെ ഓരോ ആനകളെ ആയിട്ട് അവരിങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരെല്ലാവരും ഈ ഗ്യാലറിയിൽ വന്ന് നിൽക്കും. അപ്പോൾ ഓരോ ആന വരുമ്പോഴേ ഉണ്ടോ തമ്മിൽ ഹായ് ഒക്കെ പറഞ്ഞാണ് അവർ കയറി വരുന്നത്. അതെല്ലാം നല്ല രസമായിരുന്നു.
വലിയൊരു ഗാലറിയാണ് കേട്ടോ. കുറേ ആനകൾ ഇങ്ങനെ നിർത്തി നമുക്ക് കാണിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സ്പേസ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഫുഡാണ് കേട്ടോ ആ കിച്ചൺ സ്പേസിൽ ഇങ്ങനെ ഉരുട്ടി വലിയ ബോൾ പോലെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ പാപ്പാൻ പറയുന്ന ഡയറക്ഷൻസ് അനുസരിച്ച് നേരെ നിൽക്കുന്നൊക്കെ ഉണ്ട് ആന. അങ്ങനെ ഈ ആന ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആനയും പാപ്പാനുമായിട്ട് പിണങ്ങിയൊക്കെയാണെന്ന് തോന്നുന്നു വന്നത്. കണ്ടില്ലേ, ഈ ഗാലറി ഭയങ്കര വലിയൊരു ഗാലറിയാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനും ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും ആനയെ കൊണ്ടുവന്ന് അവിടെ നിർത്തുന്നതൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഫുഡ് കൊടുക്കുന്നതൊക്കെ കാണാൻ പറ്റും. കണ്ടോ, ഇത് കണ്ടോ, ആന പാപ്പാൻ്റെ അടുത്ത് പിണങ്ങി നിൽക്കുകയാണ്. എത്ര വാ തുറക്കാൻ പറഞ്ഞിട്ടോ തുറക്കാതെ നിൽക്കുക. പാപ്പാൻ അതിൻ്റെ വാതുറപ്പിക്കാനായിട്ട് പഠിച്ച പടി 18 നോക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം അവിടെ മുന്നിൽ ഭയങ്കര ചിരിയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചൂരലും കൊണ്ടുവന്നതും നൈസായിട്ട് തുറന്നു കൊടുത്തു. കറക്റ്റ് നമ്മളുടെ പിള്ളേരുടെയൊക്കെ സ്വഭാവം തന്നെയല്ലേ. മരുന്നൊക്കെ കൊടുക്കാനായിട്ട് ഹയെ പിടിക്കുമ്പോൾ ഇതേ കണക്കാണ്, തുറന്നു തരാറേയില്ല. പിന്നെ ഒരാൾ അവിടെ വന്നത് ഭയങ്കര ഡാൻസായിരുന്നു. ഫുഡെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആളങ്ങ് ഉഷാറായി ഡാൻസൊക്കെ തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് കാണാം ആ ബാക്ക് കിച്ചണിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഓരോ ആനകൾക്കായിട്ട് ഇങ്ങനെ ഫുഡ് മിക്സ് ചെയ്ത് അവിടെ മിക്സിങ്ങും ക്ലീനിങ്ങും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ ഒരു വഴിക്ക്. അപ്പോൾ നല്ല ഹൈജീനിക്കായിട്ട് തന്നെയാണ് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് ലൈവായിട്ട് അവിടെ നിന്ന് കാണാം. പിന്നെ അടുത്തൊരു കുട്ടിയാന വന്നു. അപ്പോൾ എല്ലാവരും കയറി വരുമ്പോൾ തമ്മിൽ ഹായൊക്കെ പറഞ്ഞാണ് കയറി വരുന്നത്. ഇത് അവനെ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ഇത്തിരി കുട്ടി ആനയാണ്. അപ്പോൾ ഇവരെല്ലാവരും വന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ അവിടെ പറഞ്ഞത് ഇവരെല്ലാവരെയും റെസ്ക്യൂ ചെയ്തിട്ട് കൊണ്ടുവന്ന് റീഹാബിലിറ്റേഷൻ, ഇവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സകളും എല്ലാം കൊടുക്കുന്ന ഒരു സ്പേസും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം നോക്കി ആൾക്കാരൊക്കെ നിന്ന് പുല്ല് പറിക്കുന്നത് പോലെ നൈസായിട്ട് ആ തുമ്പിക്കൈ വെച്ച് പുല്ല് പറിച്ച് തിന്നുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. എനിക്ക് സത്യത്തിൽ ഭയങ്കര അതിശയമാണ് തോന്നിയത്. അത് അത്ര ഈസി ആയിട്ട് തുമ്പിക്കൈ വെച്ചൊക്കെ ഇങ്ങനെ പുല്ല് പറിക്കുന്നത് കാണും. പിന്നെ ഞങ്ങൾ കുറേ ദൂരം നടന്നിട്ട് ഓരോ സെക്ഷനിലായിട്ട് ആനകളെയൊക്കെ നിർത്തിയിരിക്കുന്നത് കാണാനായിട്ട് വന്നു. ഈ ആന കാലൊക്കെ പിടിച്ച് കെട്ടിയിട്ടേക്കാണ്. ആളിച്ചിരി വയലൻ്റ് ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ആനകളെയൊക്കെ കൊണ്ടുപോകുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയില്ലേ, അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ അരിക്കൊമ്പനെയൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവരെക്കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് അവിടെ ഒരു ഗാർഡ് വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? 2005-2006 തുടങ്ങിയിരിക്കുന്നത്. എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നാണ് പേരുണ്ട്. അപ്പോൾ എന്തൊക്കെ സർവീസാണ് ആനയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ട് റീഹാബിലിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. കേരളത്തിലെ ഒരേ ഒരു റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററാണ് എലിഫൻസിൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു 15 ആനകളോളം നമ്മൾ റീഹാബിലിറ്റ് ചെയ്യുന്നുണ്ട്. രാവിലെ അവരുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും മോർണിംഗ് വാക്കിങ്ങോട് കൂടിയാണ്. ഒരു 3 റൗണ്ട് വാക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ബാത്തിങ് ഉണ്ട്. ബാത്തിങ് 9 o'clock to 10 o'clock വരെയാണ് അവരുടെ ബാത്തിങ് ടൈം തന്നെ. ബാത്തിങ് കഴിഞ്ഞതിന് ശേഷം ഒരു 10 o'clock കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് പുതിയൊരു കിച്ചൺ ഏരിയയാണ്. അപ്പോൾ ആ ഒരു കിച്ചൺ ഏരിയയിൽ കൊണ്ടുവന്നിട്ട് അവരെ ഫീഡ് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഓരോ പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിലോട്ട് വരും. രാവിലെ നമ്മൾ ഫീഡ് ചെയ്യുന്ന ബാത്തിങ് കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്യുന്നത് റൈസ് ബോളാണ്. റൈസ്, റാഗി, ഗ്രീൻ ഗ്രാം, വീറ്റ്, ടർമറിക് പൗഡർ, സോൾട്ട് ഇതൊക്കെ കുക്ക് ചെയ്തതിന് ശേഷം അതിൽ മിനറൽ മിക്സിൻ്റെ പൗഡറും ജാഗറിയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഫീഡ് ചെയ്യും. അതിനുശേഷം പിന്നെ കൊടുക്കുന്നത് പൗഡർ ഗ്രാസും ട്രീ ഗ്രാസും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്കൂപ്പിൻ ലീവ്സ്, ഈ കണ്ണ ലീവ്സ് സ്കൂപ്പിൻ ലീവ്സാണ്, ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ വൈകിട്ടും സെക്കൻഡ് ബാത്ത് ഉണ്ടാകും, റൈസ് ബോൾ കൊടുക്കുന്നുണ്ടാകും. പിന്നെ ഇതുപോലെ ഗ്രാസ് കൊടുക്കുന്നുണ്ടാകും. പിന്നെ ഇതുവഴി നമ്മൾ പോയിട്ട് ഇപ്പോൾ നേരെ പോയിട്ട് ലെഫ്റ്റ് സൈഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിംഗ് ഏരിയയാണ്. ബൗൾ ബോട്ടും പെഡൽ ബോട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ചാർജ് വരുന്ന ബൗൾ ബോട്ടിൻ്റെ 4 പേർക്ക് 400 രൂപ, പെഡൽ ബോട്ട് 4 പേർക്ക് 400 രൂപ. പിന്നെ 2 പേരുടേതുണ്ട്, അത് 2 പേർക്ക് 100 രൂപയാണ് വരുന്നത്. പക്ഷേ അവിടെ പോയി ആ ബോട്ടിംഗ് ഏരിയൻ്റെ അവിടെ നമുക്ക് ഒരാണെ കൂടി കാണാൻ പറ്റും. അത് കണ്ടു വന്നതിന് ശേഷം ഇതേ നേരം മുകളിലേക്ക് കയറ്റി നോക്കിയിട്ട് ഏഷ്യയിലെ ഏറ്റവും പ്രായം ചെന്നാണ് സോമൻ എന്നാണ് പേര്. 84 വയസ്സുണ്ട്. ആളെയും കണ്ടിട്ട് നമ്മൾ ഇതുവഴി വരും. ഇവിടെ നിന്ന് പിന്നെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് നമ്മുടെ ക്യാൻറ്റീനാണ്. ക്യാൻറ്റീനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും സ്നാക്സും പിന്നെ ഐസ്ക്രീമും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ആ സർവീസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് ഇതുവഴി പോയിട്ട് ഈ വഴി നേരെ പോയിട്ട് ലെഫ്റ്റ് സൈഡ് കയറുമ്പോഴത്തേക്ക് ഒരു 7 ആനകൾ 2-3 സ്ഥലത്തായിട്ട് നിൽക്കുന്നുണ്ട്. 5 ആനകൾ ഒരു സ്ഥലത്തും 2 ആനകൾ സെപ്പറേറ്റ് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതുവഴി തന്നെ ഈ 7 ആനകളെയും കണ്ടിട്ട് എക്സിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ടിക്കറ്റ് കൗണ്ടറിനകത്ത് തന്നെ നമുക്ക് വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്നത് നമ്മുടെ വാഷ്റൂം ഫെസിലിറ്റീസാണ്. പിന്നെ നമുക്ക് അതിനകത്ത് വരുന്നത് എക്കോ ഷോപ്പ് ഫെസിലിറ്റീസ് അതിനകത്തുണ്ട്. എക്കോ ഷോപ്പ് വനവിഭവങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പം അതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. പിന്നെ അവിടെ നിന്ന് പിന്നെ എക്സിറ്റ് ആണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ആന ഏതാണ്? ബേബി എലിഫൻറ്റിനെയൊക്കെ ഇവിടെ കെയർ ചെയ്യുന്നുണ്ടോ?
ഇപ്പോൾ ഉള്ളതിൽ ആമിന എന്ന് പറയുന്ന ആൺകുട്ടിയാണ്. ഓക്കെ, അപ്പോൾ അവരെ നമുക്ക് കാണാനായിട്ട് ഇതുവഴി നേരെ മുകളിലോട്ട് പോയിട്ട് അവിടെ പോയി കണ്ട് നമുക്ക് അങ്ങനെ എക്സിറ്റ്. ഓക്കെ ആ മുകൾ പോർഷനിലാണ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഗാർഡൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. അവർ നമുക്ക് മാത്രമല്ല അവിടെ വരുന്ന എല്ലാവരെയും ഒരുപാട് നേരം നിന്ന് എല്ലാ കാര്യവും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് നടന്നു വരുമ്പോഴാണ് ചേട്ടൻ പറയുന്നത്, നിന്റെ വീഡിയോ എടുക്കലിൽ ഒരുപാട് പാകപ്പിഴകളുണ്ട്, എങ്ങനെയാണ് ഒരു വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ചേട്ടനാണ് വീഡിയോ ഏറ്റെടുത്തത്. എന്തായാലും കണ്ടിട്ട് വരും. നാട്ടുവർത്തമാനം എന്ന ചാനലിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കുന്നത് റാണ എന്ന ആനയാണ്. കേവലം 12 വയസ്സ് മാത്രം പ്രായമുള്ള ആനയാണ് ഏകദേശം. എന്നാൽ ഈ ഇരുണ്ട സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ടാവും അതിൻ്റെ കറുത്ത നിറം പൂർണ്ണമായി അതിൻ്റെ പൂർണ്ണതയിലെത്തി നിൽക്കുന്നു. അവിടെ മനു എന്നൊരാനയാണ്. അതിന് 9 വയസ്സാണ്. അതിൻ്റെ മുൻകാലുകളും വേർക്കുള്ള കാലുകളും ചങ്ങയിട്ട് ബന്ധിച്ചിരിക്കുന്ന ആനയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കുന്നില്ലെങ്കിലും ആൾക്കാരുമായി അത് പൂർണ്ണമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വാർത്തകൾ നിറഞ്ഞ അരിക്കൊമ്പനെ തമിഴ്നാട്ടിലേക്ക് എത്തിച്ച വാഹനമാണ് കാണുന്നത്. അത് നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹലോ, നമുക്ക് വഴിയെ കണ്ട ഒരു സുഹൃത്തുമായി സംസാരിക്കാം. ഹലോ, എന്താ പേരെന്താണ്? എന്റെ പേര് സാം. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് സിനു. എവിടെ നിന്നാ വരുന്നത്? ഞങ്ങൾ തയ്ക്കുന്ന വരുന്നത് ക്യാപ്റ്റൻ തങ്കരാജന്റെ വീട്ടിനടുത്തുനിന്ന്. കോട്ടയിൽ വന്നിട്ട് എങ്ങനെയാണ് അനുഭവം? ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു അനുഭവം, പ്രത്യേക അനുഭവങ്ങളാണ്. കാര്യം ജീവിതത്തിൽ ആനകൾ ഒരുമിച്ച് കാണുന്നത് ഇവിടെ വെച്ചാണ് ഇപ്പോഴും. അത് മാത്രമേ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ആ സ്നേഹം അറിയിച്ചല്ലോ സിനു എന്നാണെന്നും എല്ലാം പറഞ്ഞു. പക്ഷെ എനിക്ക് ക്യാപ്റ്റൻ തങ്കരാനെ കുറിച്ച് മാത്രം അയാളെ വൈഫ് ഡോറ എന്ന് പറയും. അവർ രണ്ടുപേരെ അറിയാമെങ്കിൽ എന്നെ അറിയാതിരിക്കാൻ ഒരു വഴിയില്ല. ശ്രമിക്കാം. അവർ ലാസ്റ്റ് അനുജത്തി സുഗുനെ അറിയാം. കാന്തിപുരത്തുള്ള സുഗുവിനെ അറിയാം. ഹസ്ബൻഡ് പിന്നെ സ്റ്റീവിനെ അറിയാം. അപ്രതീക്ഷിതമായ ഒരു സംഭവം നടക്കുകയാണ്. എന്നാൽ ഈ സുഗു ഇവിടെ വന്നിരിക്കുകയാണ്. സുഗുനെ കാണാൻ ഞാൻ വാഞ്ചിക്കുന്നു. ആനകൾക്ക് പേര് കേട്ട പാർക്കാണ്. ഇവിടെ നിരവധി ആനകളുണ്ട് ഈ ദേശത്ത്. 1 2 3 4 5. അവൻ അവിടെ എണ്ണിക്കൊണ്ടിരിക്കട്ടെ. അടുത്തതായിട്ട് സഞ്ജു ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ലതായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ആന കുട്ടികളെ കണ്ടിട്ടില്ല. നടക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മളിവിടെ റെസ്റ്റ് ചെയ്യണം. മുട്ട് വയ്യ. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്. അടുത്ത നമ്മുടെ ചർച്ച് സെക്രട്ടറിയുടെ അടുത്ത് നമുക്ക് ഇന്നത്തെ അഭിപ്രായം ചോദിക്കാം. ജോയിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് വരുന്നത്? ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ആനകളും ആനകളെ പരിപാലിക്കുന്ന ഈ കേന്ദ്രവും ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് പ്രത്യേക സ്ഥലങ്ങൾ നമുക്ക് ചുറ്റി കാണാനുണ്ട്. റിഫ്രഷിംഗ് ആണ്. എല്ലാവരും നല്ല ഹാപ്പി. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡ് വേണമെന്നുള്ളവർക്ക് കൊണ്ടുപോകാം, അല്ലാത്തവർക്ക് അവിടെ നിന്ന് വാങ്ങി കഴിക്കാം എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആനയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വാഴയിലയിൽ പൊതിച്ചോറ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് പൊതിച്ചോറൊക്കെ കഴിച്ചതിന് ശേഷം അടുത്ത ഡെസ്റ്റിനേഷൻ ഡാമാണ്. അങ്ങനെ അടുത്ത ഡാമിലേക്കൊക്കെ പോയി. ആ ടൈമും ഫുൾ മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ ഷൂട്ടൊന്നും ചെയ്തില്ല. അങ്ങനെ രാത്രിയായപ്പോൾ വീടെത്തി. ഇത്രയാണ് ഞങ്ങളുടെ ചർച്ച് ടൂർ മെമ്മറീസ്. നവംബറിൽ പോയ ട്രിപ്പാണ് ഈ ജാനുവരിയിൽ ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.